എൻ.സി.പിയിലെ മന്ത്രി തർക്കത്തിനിടെ കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചു. മന്ത്രി മാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഉറപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. തോമസ് കെ തോമസ് ഇന്ന് മുംബൈയിലെത്തി ശരത് പവാറിനെയും കാണുന്നുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് അജീഷ്. തോമസ് കെ തോമസ് പിടിമുറുക്കിയെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ തോമസ് കെ തോമസ് എം.എൽ.എ കണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മന്ത്രി എൻ.കെ. ശശീന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ 3 മുതിർന്ന നേതാക്കൾ നടത്തിയിരുന്നു. മന്ദിരത്തിലെത്തി അദ്ദേഹം കണ്ടിരുന്നു അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ. പക്ഷേ അദ്ദേഹം വഴങ്ങിയില്ല. എം.എൽ.എ സ്ഥാനമടക്കം രാജിവെക്കുമെന്നൊരു ഭീഷണിയായിരുന്നു മുഴക്കിയിരുന്നത്. ഇതിനെ തുടർന്നാണ് പാർട്ടിക്കകത്ത് തന്നെ ഒരു ചർച്ച നടത്തി ഭൂരിഭാഗം ജില്ലാ പ്രസിഡന്റുമാരുടെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇപ്പോൾ പി.സി. ചാക്കോയും സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയും മുഖ്യമന്ത്രിയെ കണ്ടത്. ഇന്ന് തന്നെ ശരത് പവാറിനെയും കണ്ട് പാർട്ടിക്കകത്ത് തീരുമാനങ്ങൾ അറിയിക്കും. പി.സി. ചാക്കോ മുംബൈയിൽ തന്നെയാണ് ഉള്ളത്. തോമസ് കെ തോമസ് ഇന്ന് തന്നെ മുംബൈയിലേക്ക് തിരിക്കും. ശരത് പവാർ കുറച്ച് ദിവസങ്ങളായി മുംബൈയിൽ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ആവശ്യങ്ങളുമായി പല സ്ഥലങ്ങളിലായിരുന്നു. ഇന്ന് അദ്ദേഹം മുംബൈയിൽ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ഇരുവരും മുംബൈയിലെത്തി ശരത് പവാറിനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ പാർട്ടിയുടെ അകത്ത് നിന്ന്, പാർട്ടിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉടൻ ഒരു തീരുമാനം ഉത്തരവായിട്ട് ഇറങ്ങും. എന്തായാലും നേരത്തെ തന്നെ ശരത് പവാർ ഈ മന്ത്രി മാറ്റത്തിൽ അനുകൂലമായൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. മുമ്പ് തന്നെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ഈ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിൽ എത്തി നടത്തിയ ചർച്ചയിൽ ഈ 2.5 വർഷം അതിൽ 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം പങ്കിടാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നതായാണ് തോമസ് കെ തോമസ് എം.എൽ.എ പറയുന്നത്. പക്ഷെ അത് വാക്കാലുള്ള ഒരു ധാരണയായിരുന്നു. പക്ഷെ 2.5 വർഷം കഴിഞ്ഞ് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞിട്ടും മന്ത്രി സ്ഥാനം പങ്കിടാത്തതിൽ വലിയ അമർഷമുണ്ട് ഈ തോമസ് കെ തോമസ് എം.എൽ.എ പക്ഷത്തിന്. എന്തായാലും കേരളത്തിനകത്ത് ഇപ്പോൾ ശശീന്ദ്രൻ പക്ഷത്തിന്റെ സ്വാധീനം വളരെ കുറഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ വളരെ വൈകാതെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഈ മന്ത്രിമാറ്റം അത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഉടനുണ്ടാകും. മുഖ്യമന്ത്രിയും ഇതിനോട് അനുകൂല തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിലപാടെടുക്കാമെന്നാണ് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. ഇതോടെ മന്ത്രിമാറ്റത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും.